ജന്മി കുടിയാൻ കാലമൊക്കെ കഴിഞ്ഞു ട്രംപേ. ഇവിടെ ഇപ്പോൾ ജനാധിപത്യമാണ്. മാടമ്പിയെ ഒന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രമാണ്. റഷ്യ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ ലോകം ഭരിക്കുന്നത്. അതിനുള്ള തെളിവുകൾ അമേരിക്കയ്ക്ക് കിട്ടിയതോടെയാണ് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ഭീഷണിയുമായി ട്രംപ് തന്നെ രംഗത്തെത്തിയത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടണമെന്നാണ് റഷ്യ ഈ വിഷയത്തിൽ നൽകുന്ന മറുപടി പോലും. അമേരിക്കയുടെ ഒരു ഭീഷണിയിൽ ചൂളിപ്പോകുന്ന ഇന്നലെ കുരുത്തവരല്ല ഈ ബ്രിക്സ് രാജ്യങ്ങൾ എന്ന മുന്നറിയിപ്പാണ് റഷ്യ ഇപ്പോൾ നൽകുന്നത്. ഏത് കാലത്തും അമേരിക്കയുടെ കാൽക്കീഴിൽ തന്നെ എല്ലാ ലോകരാജ്യങ്ങളും നിൽക്കണമെന്ന ഫ്യൂഡൽ മാടമ്പിയാണ് ഈ ട്രംപ്. അടുത്തിടെ ബ്രിക്സ് രാജ്യങ്ങളോട് നടത്തിയ ഭീഷണിയെയും നമ്മൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് അനലൈസ് ചെയ്യേണ്ടത്. അമേരിക്കയുടെ ഡോളർ നീക്കം ചെയ്ത് സ്വന്തം കറൻസി ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ US മാർക്കറ്റ് ബ്രിക്സ് രാജ്യങ്ങൾ എന്നേക്കുമായി മറന്നേക്കണമെന്നാണ് ട്രംപിന്റെ വലിയ ഭീഷണി. താരിഫ് വർദ്ധിപ്പിച്ച് ബ്രിക്സ് രാജ്യങ്ങളെ ശ്വാസം മുട്ടിക്കുമെന്ന് പറയാതെ പറയുക തന്നെയാണ് അദ്ദേഹം. കാനഡയും മെക്സിക്കോയും ചൈനയും ഇന്ന് അനുഭവിക്കുന്ന അതേ വിധി മറ്റ് രാജ്യങ്ങൾക്കും കൽപ്പിച്ചു കൊടുക്കാനാണ് ആശാന്റെ പദ്ധതി. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഒന്ന് ഞെട്ടിപ്പിച്ച് നിർത്തുക എന്നതായിരിക്കും ഉദ്ദേശിച്ചത്. എന്നിട്ടോ എന്തെങ്കിലും കാര്യം നടന്നോ? ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, റഷ്യ അതിന് തക്ക മറുപടിയും നൽകി കഴിഞ്ഞു. അമേരിക്കയ്ക്ക് മുകളിലേക്ക് ഒരു രാജ്യവും വളരുത് എന്ന ധാർഷ്ട്യമാണ് ട്രംപിനെ മുന്നോട്ട് നയിക്കുന്നത്. അതിന് ഏതറ്റം വരെയും സഞ്ചരിക്കാൻ ട്രംപ് തയ്യാറുമാണ്. നമുക്ക് വാർത്ത എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് ഒരു ചോദ്യം. ട്രംപിന്റെ ഈ നിലപാടിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ട്രംപ് വിചാരിച്ചാൽ തകരുന്നതാണോ ബ്രിക്സ് രാജ്യങ്ങൾ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ കുറിക്കണേ. അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബ്രിക്സ് രാജ്യങ്ങളോടുള്ള ഭീഷണി അന്താരാഷ്ട്ര വിപണിയെ ചെറുതായിട്ട് ഞെട്ടിച്ചിട്ടുണ്ട്. ഡോളറിന് ഒരു ബദൽ എന്ന ചിന്ത പോലും അരുതെന്ന മുന്നറിയിപ്പാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ബ്രിക്സ് രാജ്യങ്ങൾ മറ്റൊരു കറൻസിയെ വിനിമയ മാർഗമായി ഉപയോഗിക്കുന്നത് തടയുക എന്നത് ലക്ഷ്യമിട്ടാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് എത്തും മുമ്പ് തന്നെ ഇത്തരമൊരു ഭീഷണി മുഴക്കിയിട്ടുള്ളത്. അന്താരാഷ്ട്ര പണമിടപാടുകളിൽ ഡോളറിന് പകരം ബ്രിക്സ് രാജ്യങ്ങൾ മറ്റേതെങ്കിലും കറൻസി ഉപയോഗിക്കാൻ നീക്കം നടത്തിയാൽ 100% ഇറക്കുമതി നികുതി നേരിടേണ്ടി വരുമെന്നായിരുന്നു നിയുക്ത US പ്രസിഡന്റിന്റെ ഭീഷണി. ചുരുക്കി പറഞ്ഞാൽ ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സമീപനം അമേരിക്കയോട് നല്ല ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ചിന്തിക്കരുതെന്ന താക്കീതാണ് ഡൊണാൾഡ് ട്രംപ് ഇതിലൂടെ നൽകുന്നത്. ബ്രിക്സ് രാജ്യങ്ങളോടുള്ള ഈ താക്കീത് ഇന്ത്യ അടക്കം ഗൗരവകരമായി തന്നെയാണ് കാണുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ, UAE എന്നീ 9 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഇന്ന് ബ്രിക്സ്. ലോക പോലീസ് എന്ന തരത്തിൽ ഇടപെടുന്ന അമേരിക്കയെ സംബന്ധിച്ച് ബ്രിക്സ് ഉച്ചകോടികളും ബ്രിക്സ് രാജ്യങ്ങളുടെ നിലപാടുകളും നിർണായകമായത് യൂറോപ്യൻ യൂണിയൻ യൂറോ നടപ്പിലാക്കിയതോടെയാണ്. US അംഗമല്ലാത്ത ഏക അന്താരാഷ്ട്ര സഖ്യമാണ് ഈ ബ്രിക്സ് എന്നത് മാത്രമല്ല, അമേരിക്കയുമായി ശീതസമരത്തിൽ ഉൾപ്പെടുന്ന ചൈനയും ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാണ് എന്നതുമാണ് അമേരിക്കയുടെ ഉത്കണ്ഠയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന ഘടകം. റഷ്യയും ചൈനയും US ഡോളറിന്റെ വിനിമയത്തിൽ ശ്രദ്ധാലുക്കളും അമേരിക്കൻ അപ്രമാദിത്വത്തിന് തടയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനാൽ ബ്രിക്സ് കറൻസി പലപ്പോഴും ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ബ്രിക്സ് പേ എന്ന പേരിൽ സ്വന്തം പേയ്മെന്റ് സംവിധാനം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ബ്രിക്സ് സമ്മേളനത്തിൽ റഷ്യ ചർച്ചയും നടത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മതിയല്ലോ അമേരിക്കയ്ക്ക് തലവേദനയാകാൻ. ഈ സാഹചര്യത്തിലാണ് ബ്രിക്സ് രാജ്യങ്ങളോട് ഡോളറിനെ മൂലയ്ക്ക് ഇരുത്താമെന്ന് കരുതിയാൽ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി 100% താരിഫ് നൽകിയായിരിക്കുമെന്ന ഭീഷണി ട്രംപ് ഉന്നയിക്കുന്നത്. 100% താരിഫ് വർധനവാണ് ഈ ഭീഷണി. ബ്രിക്സ് രാജ്യങ്ങളോട് അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും ശരിക്കും സംഭവിക്കുക? എന്നാൽ അമേരിക്കയുടെ ഭീഷണി ഒന്നും ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ വില പോകുകയേയില്ല. നിലവിൽ ബ്രിക്സ് എന്ന കൂട്ടായ്മയിൽ ഒരു പ്രധാന നേതാവില്ലെങ്കിൽ പോലും റഷ്യ സ്വയം സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ട്രംപിന് നല്ല മറുപടി നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ട്രംപിന്റെ പുതിയ ഭീഷണി അനുസരിച്ച് 100% വർധനവാണ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത്. അവിടെ $100 എന്ന സ്ഥാനത്ത് $200 എന്നാവും അത്. എന്നാൽ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്താൽ അത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിക്കും എന്നതാണ് റഷ്യ വിലയിരുത്തുന്നത്. താരിഫ് വർദ്ധിക്കുമ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് അമേരിക്കയിലുള്ള പൗരന്മാർക്ക് വളർച്ചയുണ്ടാകും എന്നതാണ്. അതായത് അമേരിക്കൻ പൗരന്മാർ നിലവിൽ അമേരിക്കൻ സർക്കാരിന് അടയ്ക്കുന്ന നികുതി ഇനത്തിൽ ഇളവ് വരുത്തുകയും ആ ഇളവ് ഇത്തരം രാജ്യങ്ങളിലേക്ക് താരിഫ് വർധനവ് നൽകി ഉണ്ടാക്കിയെടുക്കാനുമാണ് അമേരിക്ക ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതായത് താരിഫ് വർദ്ധിപ്പിക്കുക, വളർച്ച കൂട്ടുക, പൗരന്മാരുടെ ഇൻകം ടാക്സ് കുറയ്ക്കുക. ഇതാണ് അമേരിക്കയുടെ ലക്ഷ്യം. നിലവിൽ അമേരിക്കൻ പൗരന്മാർ അടയ്ക്കുന്ന നികുതി ഇനത്തിലെ വലിയ സംഖ്യ കുത്തനെ കുറച്ച് അത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും അമേരിക്കൻ മാർക്കറ്റിലേക്ക് വരുന്ന താരിഫ് ഇനത്തിൽ പിടിച്ച് ലാഭമുണ്ടാക്കുക എന്ന കുറുക്കന്റെ തന്ത്രമാണ് ട്രംപ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ ഈ തന്ത്രം വിജയിക്കില്ലെന്ന് തന്നെയാണ് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നത്. അതെങ്ങനെയാണെന്നല്ലേ? അമേരിക്കൻ മാർക്കറ്റിലേക്ക് സ്ഥിരമായിട്ടെത്തുന്ന മരുന്നുകളിൽ പ്രധാനപ്പെട്ടതൊക്കെ വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണല്ലോ.
ഇന്ത്യയിൽ നിന്നാണ് വൻതോതിലുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ഇറക്കുമതി നടക്കുന്നത്. മാത്രവുമല്ല, ചൈനയിൽ നിന്നും ഇത്തരം മരുന്നുകളെ ഇറക്കുമതി ചെയ്യുന്നുമുണ്ട്. ഇന്ത്യൻ മരുന്നുകൾ എത്രത്തോളം അമേരിക്കയ്ക്ക് അത്യാവശ്യമാണെന്ന് ഓർമ്മപ്പെടുത്താൻ 4 വർഷം മുൻപുള്ള ഒരു സംഭവം തന്നെ ധാരാളമാണ്. കോവിഡ് കാലം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാലഘട്ടമാണല്ലോ. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വന്ന ഒരു മരുന്നാണ് ആ സമയത്ത് ഈ പാരസെറ്റമോൾ. ആ പാരസെറ്റമോൾ ഇറക്കുമതി ചെയ്യുന്നതിൽ ഇന്ത്യ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച വരുത്തിയാൽ അമേരിക്ക വെറുതെ ഇരിക്കില്ല എന്നായിരുന്നു അന്ന് ട്രംപ് പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ നമുക്കിത് ഓർമ്മയുണ്ടാകും. ഈ സംഭവത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താവുന്നതാണ് അമേരിക്കയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ രാജ്യമെന്ന്. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ബ്രിക്സ് രാജ്യമായ അമേരിക്ക തൊടുക്കുന്നത്. അത് വില പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഈ മരുന്നിന്റെ മുകളിലേക്കൊക്കെ ഈ അമേരിക്ക ഭീഷണിപ്പെടുത്തിയ ഈ താരിഫ് വർധനവ് വന്നു കഴിഞ്ഞാൽ വിലകളിൽ അത് പ്രതിഫലിച്ചു തുടങ്ങും. ഇത് അവസാനം പണി കിട്ടുന്നതാകട്ടെ അമേരിക്കൻ പൗരന്മാർക്ക് തന്നെയാണ്. അവസാനം ആ പൈസ അവരുടെ പോക്കറ്റിൽ നിന്നും പോകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും. ഇതൊക്കെ മനസ്സിൽ കണ്ട് തന്നെയാണ് റഷ്യ ഇത്തരമൊരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകുന്നതും. ലോകരാജ്യങ്ങളൊക്കെ അമേരിക്കൻ ഡോളറിന് മുന്നിൽ സല്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ആകാശം വീഴുന്ന തരം എന്ന മട്ടാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന ആശയം പോലും. അവിടെ റുപ്പീസിനോ റൂബലിനോ യുവാനോ ഒന്നും ഒരു പരിഗണനയും നൽകാൻ ട്രംപ് തയ്യാറെന്ന് മാത്രമല്ല, ചിന്തിക്കുക പോലും വേണ്ട. അവനവൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന പഴമൊഴി പോലെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ പോക്ക്. അമേരിക്കയുടെ ഈ മാടമ്പിത്തരത്തിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ ധൈര്യമുള്ളത് 3 രാജ്യങ്ങൾക്കാണ്. അത് റഷ്യയ്ക്കും ചൈനയ്ക്കും ഇന്ത്യക്കും തന്നെയാണ്. മറ്റു 2 രാജ്യങ്ങളും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന് കരുതി അവർ അമേരിക്കയുടെ അപ്രമാദിത്വത്തെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കുകയാണെന്ന് ചിന്തിക്കരുത്. അമേരിക്കയെ പോലെ വെട്ടൊന്ന് തുണ്ടം 2 എന്ന സമീപനമല്ല മറ്റു രാഷ്ട്രങ്ങൾക്ക്. അമേരിക്കയെ പോലെയൊന്നുമല്ല, ട്രംപിനെ പോലെ വെട്ടൊന്ന് തുണ്ടം 2 എന്ന സമീപനമല്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ വ്യക്തമാകുക. വരും വരായ്മകൾ കണ്ടും അറിഞ്ഞും ചിന്തിച്ചും കൊണ്ടാണ് അവർ തീരുമാനം സ്വീകരിക്കുക. ഈ മൗനത്തെ അങ്ങനെ മാത്രം കണ്ടാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. ബ്രിക്സ് രാജ്യങ്ങളെ അമേരിക്ക ഭയക്കുക തന്നെ വേണം. ലോകരാജ്യങ്ങളുടെ ആകെ വിസ്തൃതിയുടെ 1/4 ഭാഗവും ലോക ജനസംഖ്യയുടെ 40% കൈമുതലുള്ള രാജ്യങ്ങൾ എന്ന നിലയിലാണ് ലോക സാമ്പത്തിക ക്രമത്തിൽ വലിയ ഇടപെടൽ നടത്താൻ കഴിയുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു വേദി രൂപീകരിക്കപ്പെടുന്നത്. ഇന്ത്യ അടക്കമുള്ള ശക്തമായ രാഷ്ട്രങ്ങൾ ചേർന്ന് അമേരിക്കയെ കീഴ്മേൽ മറിക്കുമോ എന്ന ഭയം ഇതിനു മുൻപും ഇവർക്കുണ്ടായിട്ടുണ്ട്. അത് ട്രംപ് ഇവിടെ തുറന്നു പറഞ്ഞു എന്ന് മാത്രം. ആഗോള വാണിജ്യ വിനിമയ രംഗത്ത് ഡോളർ എതിരില്ലാതെ നിൽക്കുക എന്നത് അമേരിക്കയ്ക്ക് നിർണായകമാണ്. ലോകശക്തി എന്ന നിലയിൽ ശക്തമായ ഡോളർ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്രമേൽ ഗുണകരവുമാണ്. ശക്തമായ ഡോളർ അർത്ഥമാക്കുന്നത് അമേരിക്കൻ നിർമ്മിത ചരക്കുകൾക്കും സേവനങ്ങൾക്കും ആരോഗ്യകരമായ ഡിമാൻഡ് ഉണ്ടെന്നാണ്. മാത്രമല്ല, അത് US ഗവൺമെന്റിലും ധനകാര്യ സ്ഥാപനങ്ങളിലുമുള്ള ലോകരാജ്യങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ പ്രകടനമായി കൂടിയാണിത്. ഏതൊരു അസറ്റിനെയും പോലെ ഡോളറിന്റെ മൂല്യം അതിന്റെ ഡിമാൻഡിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. വ്യാപാര ആവശ്യങ്ങൾക്കോ സാമ്പത്തിക ഇടപാടുകൾക്കോ ആയി ഡോളറിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ സാഹചര്യം ഇല്ലാതായി പോയാൽ US മേൽക്കോയ്മയ്ക്ക് ഇളക്കം തട്ടുമെന്ന് ട്രംപ് അടക്കം ഭയപ്പെടുന്നു. അതിനാൽ തന്നെ ഒരു താരിഫ് യുദ്ധം പ്രഖ്യാപിച്ച് ഡോളറൈസേഷൻ പ്രോസസ്സിനെ ഒതുക്കാനുള്ള ശ്രമം തുടക്കത്തിലേ നടത്തുകയാണ് നമ്മുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡോളറൈസേഷൻ ലോക പോലീസായി നടിക്കുന്ന അമേരിക്കയ്ക്ക് താങ്ങാവുന്ന ഒന്നല്ലല്ലോ. ഡോളറിന് പകരം മറ്റു കറൻസികൾ വിനിമയ മാർഗമാകുന്ന അവസ്ഥ നിലവിൽ ലോകത്ത് US സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന പല കാര്യങ്ങളിലും തിരിച്ചടി നേരിടും. ഡോളറൈസേഷൻ എന്നാൽ ലോക വ്യാപാരത്തിലും സാമ്പത്തിക ഇടപാടുകളിലും ഡോളറിന്റെ ഉപയോഗത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുക എന്ന് തന്നെയാണ്. ഗ്രീൻബാക്കിന്, അതായത് ഡോളർ ബില്ലിന് ദേശീയ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോർപ്പറേറ്റ് ഡിമാൻഡ് കുറയുമെന്നതാണ് ചുരുക്കം. ഈ സാഹചര്യം പേടിച്ചാണ് ട്രംപ് ഇത്തരമൊരു ഭീഷണി ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ട്രംപിന്റെ ഭീഷണി ബ്രിക്സ് രാജ്യങ്ങളിൽ വില പോകുമോ? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യൂ. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.